യോഗ സെഷനിലേക്കായിട്ട് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് സ്വാമി ഗുരുപാദ ശ്രുതാനന്ദപുരിയെ. ഏകദേശം 35 വർഷമായി അമ്മയുടെ ശിക്ഷണത്തിൽ കഴിയുന്ന സന്യാസ ശ്രേഷ്ഠനാണ് സ്വാമി ഗുരുപാദ ശ്രുതാനന്ദപുരി. ആശ്രമത്തിലെ വേസ്റ്റ് മാനേജ്മെന്റ് വിഭാഗം നോക്കി നടത്തിയിരുന്ന സ്വാമി തന്നെയാണ് അമൃത ആശുപത്രിയിലെ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിന് തുടക്കമിട്ടതും. വേസ്റ്റിൽ നിന്നും കമ്പോസ്റ്റ് എന്ന ആശയം അദ്ദേഹം തുടങ്ങി വെച്ചു. ചെറുപ്രായം മുതൽക്ക് തന്നെ യോഗ പരിശീലിക്കുന്ന സ്വാമിജിയുടെ ശിക്ഷണത്തിൽ നിരവധി പേർ യോഗ അഭ്യസിച്ചു വരുന്നുണ്ട്. അമല ഭാരതം പദ്ധതിയുടെ ചുമതല വഹിച്ചിരുന്ന സ്വാമിയുടെ നേതൃത്വത്തിൽ 2011 മുതൽ 2017 വരെ ശബരിമല ശുചീകരണം നടന്നു. കേരളത്തിലെ മറ്റു ജില്ലകളിലെ ശുചീകരണം, അമ്മയുടെ പിറന്നാളിനോടനുബന്ധിച്ചുള്ള ശുചീകരണം, അമ്മയുടെ ഭാരത പര്യടനത്തിലെ ദർശന ടോക്കണിൻ്റെ മേൽനോട്ടം എന്നീ ചുമതലകളെല്ലാം വഹിച്ചു പോകുന്നത് സ്വാമിജിയാണ്. അമ്മയുടെ നിർദ്ദേശാനുസരണം സ്വാമി ജയിലുകളിൽ അന്തേവാസികൾക്കായി യോഗ പഠിപ്പിച്ചിരുന്നു. അതുകൂടാതെ തന്നെ ആശ്രമത്തിലെ കാർഷിക പ്രവർത്തനങ്ങൾക്കും സ്വാമി സജീവമായിട്ട് നേതൃത്വം നൽകുകയുണ്ടായിരുന്നു. സ്വാമി, ഒരുപാട് സന്തോഷം നമ്മുടെ കൂടെ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യാൻ സ്വാമിജിയെ കിട്ടിയതിൽ. അപ്പോൾ സെഷൻ തുടങ്ങുന്നതിന് മുന്നേ സ്വാമിജിയെ പൊന്നാടി അണിയിക്കാനായി ഏറ്റവും സ്നേഹത്തോടെ അമൃത TV ഡെപ്യൂട്ടി ക്രിയേറ്റീവ് ഹെഡ് അജയൻ കെ നായർ സാറിനെ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാമിജിക്ക് അമൃത TVയുടെ ചെറിയൊരു സ്നേഹോപഹാരം സമ്മാനിക്കാനായി നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അമൃത TV ക്രിയേറ്റീവ് ഹെഡ് സിന്ധു മോഹൻ മാമിനെ ക്ഷണിക്കുന്നു. മാം, താങ്ക് യു സോ മച്ച്. യെസ്, അപ്പം നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന യോഗ സെഷൻ ഇവിടെ തുടങ്ങാൻ പോവാണ്. യോഗ പരിശീലനം നമ്മുടെ ജീവിതത്തിൻ്റെ അടിത്തറയാണ്. അപ്പോൾ അത് പഠിക്കുമ്പോൾ ഗുരുമുഖത്തെന്നാണ് പഠിക്കേണ്ടത്. നമ്മുടെ ഗുരുവായ അമ്മയുടെ ധ്യാന ശ്ലോകം ഇവിടുത്തെ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയില്ല. അപ്പോൾ കുറേശ്ശെ പറയും. അത് ഉറക്കെ റിപ്പീറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് പതഞ്ജലി മഹർഷിയാണ് യോഗയുടെ ആചാര്യൻ. പതഞ്ജലി മഹർഷിയുടെ ഒരു ധ്യാന ശ്ലോകം. പതഞ്ജലി മഹർഷി യോഗയുടെ മാത്രമല്ല, സംസ്കൃത വ്യാകരണം, സാൻസ്ക്രിറ്റ് ഗ്രാമർ, അതിൻ്റെ ആചാര്യനാണ്. ഇത് ആയുർവേദത്തിൻ്റെയും ആചാര്യനാണ്. അങ്ങനെയുള്ള മഹർഷിയെ പ്രണമിച്ചുകൊണ്ട് നമുക്ക് സെഷൻ ആരംഭിക്കാം. നിവർന്നിരുന്നേ, കൈകൾ തൊഴുതു പിടിക്കൂ. ഉറക്കെ ഓം ഒരു പ്രാവശ്യം ഇവിടെ ചെല്ലും. നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം. ഓ ശബ്ദം പോരാ. എല്ലാ കുട്ടികളും ഉറക്കെ ദീർഘമായിട്ട് ശ്വാസം എടുക്കുക. ഇൻഹേൽ. ശ്വാസം വിടുമ്പോൾ ഓം ജപിക്കുക. ഓ ധ്യായാമോ ധവളാവഗുണ്ഠനവതീം തേജോമയീം നൈഷ്ഠികീം സ്നിഗ്ധാപാംഗവിലോകിനീം ഭഗവതീം മന്ദസ്മിതശ്രീമുഖീം ശ്യാമാംഗീം മധുസിക്തസൂക്തിം അമൃതാനന്ദാത്മികാം ഈശ്വരീം ഓം അമൃതേശ്വര്യൈ നമഃ. ഓം അമൃതേശ്വര്യൈ നമഃ. ഓം അമൃതേശ്വര്യൈ നമഃ. ഓം അമൃതേശ്വര്യൈ നമഃ. അടുത്തത് പതഞ്ജലി മഹർഷിയെ ധ്യാനിക്കുകയാണ്. യോഗം കൊണ്ട്
യോഗവിദ്യ ലോകത്തിന് നൽകിയത് കൊണ്ട് മനസ്സിൻ്റെ ശുദ്ധിയും സംസ്കൃത വ്യാകരണം പകർന്നു തന്നുകൊണ്ട് ഭാഷാശുദ്ധിയും ആയുർവേദത്തിൻ്റെ അറിവ് തന്നതുകൊണ്ട് ശരീരത്തിൻ്റെ ശുദ്ധിയും നൽകിയ പതഞ്ജലി മഹർഷിക്ക് ഞങ്ങൾ പ്രണമിക്കുന്നു എന്നാണ് അർത്ഥം. ഓം യോഗേന ചിത്തസ്യ പദേന വാചാം മലം ശരീരസ്യ ച വൈദ്യകേന യോപാകരോത്തം പ്രവരം മുനീനാം പതഞ്ജലിം പ്രാഞ്ജലിലാനതോസ്മി. ഓം ശാന്തി ശാന്തി ശാന്തി. കൈകൾ പിറകിൽ വെച്ച് കാലിങ്ങനെ നീട്ടി ബീച്ചിലിരിക്കുമ്പോൾ ഇരുന്നേ. ഒന്ന് റിലാക്സ് ചെയ്യാം. കാലൊക്കെ ഇങ്ങനെ കുടയാം. റിലാക്സ് യുവർ ഹോൾ ബോഡി. ഓക്കെ. ഇനി കാല് ചേർത്ത് വയ്ക്കൂ. നമ്മൾ യോഗ തുടങ്ങുമ്പോൾ നമ്മൾ ജോയിൻറ്റ് ലൂസനിങ് എക്സസൈസ് ചെയ്തിട്ടാണ് തുടങ്ങുന്നത്. ഇവിടെ ശ്രദ്ധിക്കൂ. കാൽ വിരലുകൾ മാത്രം. ലുക്ക് അറ്റ് ഹിയർ. ഓൺലി ദി ടോസ് ഓഫ് ദി ഫീറ്റ് ആർ മൂവിങ്. ഫ്രണ്ട്, ബാക്ക്. 1 2 3 4 5 6 7 8. Very good. Now move the feet forward. 1 2 backward. 3 4 5 6 7 8. Very good. Now ഈ കാല് വച്ചിട്ട് ഒരു വട്ടം വരയ്ക്കണം. 1 ohm 2 ohm 3 ohm 4 ohm. Okay, opposite. 1 ohm, make a big circle with the toe. 2 ohm 3 ohm 4 ohm. Very good. Now separate the leg. വീണ്ടും repeat. 1 ohm 2 ohm 3 ohm 4 ohm. Very good. Opposite. 1 ohm 2 ohm 3 ohm 4 ohm. Very good. ഒന്ന് ദീർഘമായിട്ട് ശ്വസിച്ചേ. ഡീപ്പ് ഇൻഹലേഷൻ ആൻഡ് ലോങ് എക്സലേഷൻ. ശ്വാസം എടുക്കുക, ശ്വാസം വിടുക. വീണ്ടും ഇങ്ങനെ ശ്വാസം എടുത്തിട്ട് ശ്വാസം വിടുമ്പോൾ നമ്മുടെ വേദനയും ക്ഷീണവും നെഗറ്റിവിറ്റിയും ഒക്കെ പുറത്ത് പോണതായിട്ട് ഭാവന ചെയ്യുക. ഇൻഹേൽ ആൻഡ് എക്സേൽ. വെരി ഗുഡ്. ബ്രിങ് ദി ലെഗ്സ് ടുഗദർ. ഇനി വലത് കാല് ഇങ്ങനെ മടക്കുക. മടക്കുമ്പോൾ ഇങ്ങനെ ആവരുത്, ഇങ്ങനെ സ്ട്രൈറ്റ്. 1 2 3 4 5 6 7 8. Do it once more. 1 2 3 4 5 6 7 8. ദീർഘമായിട്ട് ചോദിച്ചേ. ഡീപ്പ് ഇൻഹലേഷൻ എക്സലേഷൻ. ഇനി നിവർന്നിരുന്നേ. ഈ ബട്ടക്സിലെ ഈ ഫ്ലഷൊക്കെ ഇങ്ങനെ മാറ്റി ഊന്നിയിരിക്കുക. ഓക്കെ. വലത് കാല് മടക്കിയേ. വെരി ഗുഡ്. ഇതെടുത്ത് ഇടത്തെ തുടയുടെ മുകളിൽ വയ്ക്കുക. അങ്ങനെ വയ്ക്കാൻ പ്രയാസമുള്ളവർ സൈഡിൽ ഇങ്ങനെ വെച്ചാലും മതി, പറ്റുന്നവർ ഇങ്ങനെ വയ്ക്കുക. ഇടത് കൈ പൊക്കിയേ. ലിഫ്റ്റ് യുവർ ലെഫ്റ്റ് ഹാൻഡ് അപ്പ്. ഹോൾഡ് ഇറ്റ്. ഹോൾഡ് ദി ഫീറ്റ്. ഓക്കെ. ഇനി വലത് കൈ പൊക്കിയേ. വലത്ത് കാൽമുട്ടിൽ വയ്ക്കുക. ഇൻഹേൽ അപ്പ്. ശ്വാസം എടുത്തുകൊണ്ട് മുട്ടു വയ്ക്കുക. എക്സേൽ ഡൗൺ. പുഷ് ചെയ്തോളൂ. പുഷ് ഇറ്റ് ഡൗൺ. ഇൻഹേൽ അപ്പ്. എക്സേൽ ഡൗൺ. വൺസ് മോർ. ഇൻഹേൽ അപ്പ്. എക്സേൽ ഡൗൺ.
Once again, inhale up, exhale down. Now, bring it more close. ഈ കാല് പിടിച്ച് ഇങ്ങനെ കുറച്ചുകൂടെ മുമ്പിലോട്ടുണ്ട്. ഇനി 1, 2, 3, 4. ഓടിച്ചു കളയല്ലേ? Again, 1, 2, 3, 4. 1, 2, 3, 4. Very good. Keep it straight. കാല് കൈ ബാക്കിൽ വെച്ച് റിലാക്സ് ചെയ്ത് ദീർഘമായിട്ട് ശ്വസിക്കുക. Again, bend your left leg. Keep it above the right thigh. അങ്ങനെ വയ്ക്കാൻ പ്രയാസമുള്ളവർ താഴെ വെച്ചാലും മതി, പറ്റുന്നവർ മുകളിൽ വയ്ക്കുക. റൈറ്റ് ഹാൻഡ് അപ്പ്, സ്ട്രൈറ്റ്. ഹോൾഡ് ദി ലെഫ്റ്റ് ഫീറ്റ്. ഇൻഹേൽ അപ്പ്, exhale down. Again, inhale up, exhale down. Again, inhale up, exhale down. Once more, inhale up, exhale down. Okay, bring it more close. 1, 2, 3, 4. ഇവിടെ മുകളിൽ പിടിക്കുക. 1, 2, 3, 4. 1, 2, 3, 4. Again, 1, 2, 3, 4. And relax. Okay. കൈ പറയിൽ വെച്ച് റിലാക്സ് ചെയ്ത്. വെരി ഗുഡ്. ദീർഘമായിട്ട് ശ്വസിക്കുക. ഡീപ്പ് ഇൻഹലേഷൻ ആൻഡ് ലോങ് എക്സലേഷൻ. ഇനി കാല് മടക്കി സുഖാസനത്തിലിരിക്കുക. ഒരു ചോദ്യം ഞാൻ ചോദിക്കും. എല്ലാ കുട്ടികൾക്കും ഉത്തരം പറയാൻ അവകാശമില്ല. 10 കുട്ടിയൊക്കെ മാത്രമേ നമുക്ക് സമയം കുറച്ചേ ഉള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ആദ്യം പേര് പറയണം, സ്കൂൾ പറയണം. ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? അതിന് യോഗ നിങ്ങളെ എങ്ങനെ സഹായിക്കും? ഐ റിപ്പീറ്റ്, വാട്ട്സ് യുവർ അംബിഷൻ ഇൻ യുവർ ലൈഫ്? സെക്കൻഡ്, you are ready to practice yoga. How yoga is going to help you achieve your goal? My name is Shrikesh Shibu. I'm studying in Earthline Senior Secondary School, Payambalam. I want to be an IPS officer. Yoga will help me to be flexible, and if I do yoga, my mind will be cool and I could solve any problems you will be facing in your life. Yes. Okay, very good. കൈയടിച്ചേ. നെക്സ്റ്റ്. എൻ്റെ പേര് ഐശ്വര്യ. ഞാൻ സെൻറ് ട്രീസാസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത്. ഐ വാണ്ട് ടു ബി എ ഡാൻസർ ആൻഡ് യോഗ ഇസ് ഡാൻസ് ഇറ്റ് സെൽഫ്. Our body will be flexible. Very good. Okay. She want to be a dancer. For that, yoga will make the body flexible. So that yoga will be helping her. Okay. Hello sir, my name is Avanika Arun and I am studying in Mount Cherry UP School. So I want to be എനിക്ക് പോകാൻ ആഗ്രഹം സയന്റിഫിക് ഫീൽഡിലേക്ക് പോകാനാണ്. എവിടെ? സയന്റിഫിക് ഫീൽഡിലേക്ക്. അതെ. അപ്പം ഒരുപാട് പേഷ്യൻസ് വേണ്ട ഒരു ജോബാണത്. സയന്റിസ്റ്റ് അങ്ങനത്തെ ജോബ്സ് എല്ലാം. അപ്പം യോഗ നമ്മളെ മൈൻഡ് കൂളായും അതുകൊണ്ട് തന്നെ ആ ഒരു ജോബിന് യോഗ വല്ലാണ്ട് ഹെൽപ്പ് ചെയ്യുന്നത്. Oh, very good. The fourth student. Guruji, keep the mic close. Okay. My name is Veerabhadra Devaras. I study in Sri Shankara Vidyapeetham. I want to be an IAS officer when I grow up. Okay. And yoga will help me cool and free me from stress, since IAS is a very stressful job. Very good. Fifth student. അഞ്ചാമത്തെ കുട്ടി പറയൂ. My name is SR Nirupam. SR Nirupam. I am studying 6th standard in Sanskrit school, Vattoli. I want to be a IFS, Indian Foreign Service. And the Indian Foreign Service help me to concentrate, study and work. Thank you. Okay. Sixth student. Now you study. പെട്ടെന്ന് പറയൂ സമയം. My name is Mihir and Your name is Mihir. Okay. And I am studying in SN Vidya Mandir, Talab. Okay. I want to be in Indian Army. And yoga helps us yoga will give us a healthy body also. Very good.
My name is Sadhika. Your name is, please, name? My name is Sadhika Set. Okay. സെന്റ് തെരേസസ് സ്കൂളിലാണ് പഠിക്കുന്നത്. Ambition റോബോട്ടിക്സ് എഞ്ചിനീയർ ആണ്. സോ യോഗ എൻ്റെ മൈൻഡൊക്കെ റിലാക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. What? മൈൻഡ് റിലാക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. Very good, very good. സ്ട്രെസ്ഫുൾനെസ്സിൽ നിന്ന് ഫ്രീഡം. Okay, okay, very good. Thanks. 6. 4 more students. 4. This is 7th. My name is Sandra. I am studying in Earthline Senior Secondary School. I want to become a dancer. So yoga helps me in flexibility and make my mind relax. Oh, very good, very good, very good. 3 more students. Only chance for only 3 more students. Okay. Fast, fast. My name is Sardriya Sajid. I am studying in Nalta Public School, Ernakulam. I want to be a teacher. Yoga helps me, my mind to be calm. Which topic you want to be a teacher? English. Oh, very good, very good, very good. Okay. And it helps me less relaxed. Oh, very good, very good. 2 more students, 2 more. My name is Riddhi Shobin Lal and I am studying in Chinmaya. Yoga makes my mind cool when I am doing it. Okay, very good. Namaskar Guru. I am Amya Sunil and I am from Amrita Vidyalayam, Kannur. And I admire being a lawyer. And I believe yoga means union with our body and our mind. So I believe, and when I am older, when I start to do the profession, I believe I'll be very resilient and I'll be having a peace of mind always, as yoga is something that makes our mind at ease. Okay, very good. Last student, last, one more student. Okay. My name is Anushka. I am studying in Maunjeri UP School. I want to be an astronaut and yoga make my mind calm and cool. Very good, very good. You want to be an astronaut? Very good, very good. Sit down, sit down. Okay. He wants to be a very strong military officer. So body must be fit. They should be ready to face any challenges in life. Okay? So it gives infinite reward. Yoga gives you infinite reward. For example, നമ്മുടെ ഭാവൻ സ്കൂളിൽ കഴിഞ്ഞ CBSE 10ാം ക്ലാസ്സിലെ ഋഷഭ് വിനോദ് എന്നുള്ള കുട്ടി 600 മാർക്ക് വാങ്ങിച്ചു. ഇറ്റ്സ് എ റെക്കോർഡ് മാർക്ക്. ഹി ഗോട്ട് 600 ഔട്ട് ഓഫ് 600. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്, ആ കുട്ടിയുടെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്, ഞാൻ യോഗയും ധ്യാനവും എൻ്റെ ദിനചര്യയുടെ ഭാഗമാണ്, എല്ലാ ദിവസവും അഭ്യസിക്കുന്നു. നിങ്ങളെപ്പോലത്തെ കുട്ടിയാണ്. ഇത് അഭ്യസിച്ചത് കൊണ്ട് റെക്കോർഡ് മാർക്ക് 600 മാർക്കും വാങ്ങിച്ച കുട്ടി അത് പറഞ്ഞു. അതുപോലെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ, അദ്ദേഹമാണ് ഇൻ്റർനാഷണൽ യോഗ ഡേ ആയിട്ട് ജൂൺ 21 സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇന്ന് ലോകം മുഴുവൻ യോഗ പ്രചരിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെ ചിന്മയ മിഷനിലും എല്ലായിടത്തും നമ്മൾ യോഗ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം 18 മുതൽ 20 മണിക്കൂർ വരെ ഒരു ദിവസം പ്രവർത്തിക്കുന്നു, വളരെ എനർജറ്റിക്കായിട്ട്, ബിക്കോസ് ഓഫ് യോഗ ആൻഡ് പ്രാണായാമ. അതുപോലെ ഒരുപാട് റിസർച്ചുകൾ നമുക്ക് ശാസ്ത്രം 2 എണ്ണം ഉണ്ട്. ഒന്ന് മോഡേൺ സയൻസ്. മോഡേൺ സയൻസ് ഉണ്ടായിട്ട് 200 വർഷമായിട്ടുള്ളൂ. നമ്മളിപ്പോൾ പറയുന്നത് ഏൻഷ്യൻ്റ് വിസ്ഡം. 5,000 10,000 ഇയേഴ്സ് ബാക്ക് യോഗ ഹാസ് ബീൻ പ്രാക്ടീസ്ഡ്. അന്ന് മുതലേ യോഗ ആചരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് പഴയ അറിവുകളുണ്ട്. അത് ഹഠയോഗ പ്രദീപിക, ഖേരണ്ഡ സംഹിത, ശിവസംഹിത, യോഗസൂത്രങ്ങൾ, അങ്ങനെയൊക്കെയാണ്. അത് സംസ്കൃതത്തിലാണ്. അതിലൊക്കെ ആധികാരികമായിട്ട് മനുഷ്യൻ്റെ മനസ്സിൻ്റെ നിയന്ത്രണവും അതുവഴി മനുഷ്യനുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നുണ്ട്. ഇന്ന് യോഗ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് ശാസ്ത്രീയമായിട്ട് ഒരുപാട് റിസർച്ച് അമൃത വിശ്വവിദ്യാപീഠത്തിലും ഒരുപാട് യൂണിവേഴ്സിറ്റികളിലും നടന്നുകൊണ്ടിരിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ആസ്ട്രോനോട്ട് ആവണമെന്ന് പറഞ്ഞ കുട്ടി ഏതാ? ഓക്കെ, നമ്മൾ മലയുടെ മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഓക്സിജൻ്റെ അളവ് കുറവായതുകൊണ്ട് അവിടെ ശ്വാസം മുട്ടൽ വരും. അവിടെ
ഈ യോഗിക് ബ്രീത്തിങ് എങ്ങനെ സഹായിക്കുന്നു അതിനെക്കുറിച്ച് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് PhD ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ. നമ്മൾ മാവോ ധ്യാനം ചെയ്യുമ്പോൾ ബ്രെയിൻ വേവ്സിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ കുട്ടികളാണ്, ഈ പ്രായത്തിൽ യോഗ പരിശീലിക്കാൻ കഴിയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അനന്തമായ ഫലമുണ്ടാക്കും. നമ്മളിപ്പോൾ യോഗയെക്കുറിച്ച് ഗ്ലോറിഫൈ ചെയ്യാൻ 2-3 ആസനങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, അത്രയും നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ദാവൻകര അമൃത വിദ്യാലയത്തിൽ 15 മിനിറ്റ് യോഗയും 15 മിനിറ്റ് ധ്യാനവും നടപ്പിലാക്കി. അപ്പോൾ കുട്ടികൾ 2 യൂണിഫോം കൊണ്ടുവരണം. ഒന്ന് യോഗയുടെ യൂണിഫോം, 2 സ്കൂൾ യൂണിഫോം. ആദ്യം വന്ന് യോഗയുടെ യൂണിഫോം ഇട്ടിട്ട് 15 മിനിറ്റ് യോഗ, 15 മിനിറ്റ് ധ്യാനം. അത് കമ്പൽസറി ആക്കി സ്കൂളിൽ. ഓരോ കുട്ടിക്ക് നിൽക്കാനുള്ള സ്പോട്ടൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒറ്റ കാരണം കൊണ്ട് കുട്ടികളുടെ നിലവാരം വളരെ ഉയർന്നു. പാരൻസിൻ്റെ ശ്രദ്ധയ്ക്കൂടെ പറയാണ്, നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്ന കുട്ടികളെ കൈകാര്യം ചെയ്യല്ല, അവരെ ഈ സെക്കൻഡറി സെക്ഷൽ ഹോർമോൺസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ടീനേജ് കുട്ടികളെ കുറിച്ച് പാരൻസ് വളരെയധികം ആകുലതയുള്ളവരാണ്. ഈ കുട്ടികൾക്ക് അവർ വളരെ ബാലൻസ്ഡ് ആയിട്ട് കണ്ടു. സാധാരണ രീതിയിൽ വീട്ടിൽ വന്ന് ബുക്കൊക്കെ വലിച്ചെറിയുക, അമ്മയുടെ ദേഷ്യപ്പെടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ കുട്ടികൾ കാണിക്കാതെ മറ്റു കുട്ടികളൊക്കെ വളരെ വളരെ ഇമോഷണലി ഔട്ട് ബെസ്റ്റ് ആകുമ്പോൾ ഈ കുട്ടികൾ നല്ല ബാലൻസ്ഡായിട്ട് നല്ല കുട്ടികളായിട്ട് എല്ലാ ആക്ടിവിറ്റീസിലും അവർക്ക് പെർഫോം ചെയ്യാൻ കഴിഞ്ഞു. സ്കൂളിൻ്റെ നിലവാരം വളരെയധികം ഉയർന്നു. അതുപോലെ തന്നെ ഞാൻ 5 വർഷത്തോളം സെൻട്രൽ ജയിലുകളിൽ, കേരളത്തിൽ 55 ജയിലുകളുണ്ട്, അവിടെ പ്രിസണേഴ്സ് കുറ്റവാളികളെ യോഗ പഠിപ്പിച്ചിരുന്നു. ഈ കുറ്റവാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജീവിതത്തിൽ അബദ്ധവശം അവർ കുറ്റം ചെയ്തു പോയി. ഓക്കെ, അതുകൊണ്ട് ജീവിതകാലം മുഴുവൻ അവരെ പിടിച്ചിട്ടൊക്കെയാണ്. അവർക്ക് ഒരുപാട് പശ്ചാത്താപമുണ്ട്. അപ്പോൾ ഈ യോഗ പഠിച്ചതുകൊണ്ട് അവരുടെ ബിഹേവിയറൽ പാറ്റേൺ ഒരുപാട് മാറി. അത് കണ്ടിട്ട് അവർ നോക്കുന്ന പോലീസ് ഓഫീസേഴ്സ് DGP എടുത്ത് പറഞ്ഞു, സാർ, ഈ പ്രിസണേഴ്സിനെ കാട്ടി ഞങ്ങൾക്കാണ് യോഗ വേണ്ടത്. ഞങ്ങളെ വീട്ടിൽ ഭാര്യയും മക്കളുമായിട്ടൊക്കെ ഞങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ കഴിയുന്നില്ല. ഐ വാസ് നോട്ട് ഏബിൾ ടു ബി എ ഗുഡ് ഫാദർ, ഗുഡ് സൺ. അങ്ങനെ ഈ പോലീസ് ഓഫീസേഴ്സിൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായിട്ട്, ഇൻ്റഗ്രൽ പാർട്ടായിട്ട് യോഗ മാറി. അപ്പോൾ എല്ലാ തലത്തിലും നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്. യോഗ കൊണ്ട് ശക്തമായ ശരീരമുണ്ടാകും, ശക്തമായ മനസ്സുണ്ടാകും. നമ്മുടെ ജീവിതത്തിന് വലിയ നമ്മൾ ഏത് തലത്തിലാണോ നിൽക്കുന്നത് ആ തലത്തിൽ നിന്ന് നമുക്ക് ഉയരാൻ കഴിയും. എല്ലാ കുട്ടികളും യോഗ അവരുടെ ദിനചര്യയുടെ ഭാഗമാക്കുന്നത് ഒരു ചിന്ത അങ്ങനെ വന്നതുകൊണ്ട് എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. അതിനുവേണ്ടി എല്ലാവരും ഒന്ന് കൈയടിച്ചേ. യെസ്, നൗ സ്റ്റാൻഡ് അപ്പ്. ഇതിൽ എത്ര കുട്ടികൾക്ക് സൂര്യ നമസ്കാരം അറിയാം? കൈപൊക്കിയേ. ഓക്കെ, അതിരക്കാം. നൗ വി വിൽ ബി പ്രാക്ടീസിങ് സൺ സല്യൂട്ടേഷൻ, നോട്ട് മച്ച്, ഓൺലി 2. ഓക്കെ, സൺ സല്യൂട്ടേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ സൂര്യ നമസ്കാരം ചെയ്യുമ്പോഴും നമുക്ക് കൂടുതൽ ഊർജ്ജമുണ്ടാവും, ശക്തി ഉണ്ടാവും. കാരണം ഒരു സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ 5 പ്രാവശ്യം ഡീപ്പ് ഇൻഹലേഷൻ, ലോങ് എക്സലേഷൻ അത് സംഭവിക്കും. നമുക്കത് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അതിനു മുമ്പ് എല്ലാവരും ഒന്ന് ജോഗിങ് ചെയ്തേ, നിന്നിടത്ത് ഓടുക. യെസ്, ഫാസ്റ്റ്. Knees little more up. Now back, kick back. Fast. മിലിറ്ററിയിൽ പോകുന്നവരൊക്കെ കുറച്ചുകൂടെ സ്പീഡ് ചെയ്യണം. ഓക്കെ, ഫാസ്റ്റ്. ഓക്കെ, സ്റ്റോപ്പ്, റിലാക്സ്, ഡീപ് ബ്രീത്ത്. ദീർഘമായിട്ട് നിൽക്കുക, കാലുകൾ അടുപ്പിച്ച് വയ്ക്കുക. കാൽമുട്ടിൻ്റെ ചിരട്ടെ മുകളിലോട്ട് വലിക്കുക, ഇങ്ങനെ മസിൽ വെച്ച് വലിക്കുക. ഓപ്പൺ ദി ചെസ്റ്റ്. Let the hands hang from the shoulder. Tuck your stomach. Chest up. Chin slightly inward. കാലുകൾ ചേർത്ത് വയ്ക്കുക. ദീർഘമായിട്ട് ശ്വസിച്ചേ. ദീർഘമായിട്ട് കണ്ണടച്ചുകൊണ്ട് ശ്വസിക്കൂ. Inhale. Exhale. Again. Very good. Now look at here.
നമ്മൾ സൂര്യ നമസ്കാരം, സൂര്യനാണ് ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ ശക്തിയുടെ സ്രോതസ്സ്. നമ്മൾ ആഹാരം കഴിക്കുന്നു, ആ എനർജി സൂര്യനിൽ നിന്ന് ഒന്നാണ്. ചെടികൾ ഫോട്ടോസിന്തസിസ് നടത്തിയിട്ട് അതിൽ ആഹാരമായിട്ടാണ് കഴിക്കണത്. ഒരു ജീവിയെ വേറൊരു ജീവിച്ച് തിന്നുന്നു, അതും എനർജി വരുന്നത് സൂര്യനിൽ നിന്നാണ്. അങ്ങനെയുള്ളൊരു സൂര്യഭഗവാനെ പ്രപഞ്ചത്തിൻ്റെ നാഥനായി കണ്ട്, ഈശ്വരൻ്റെ പ്രത്യക്ഷ രൂപമായി കണ്ട് നമസ്കരിക്കുന്ന ഒരു ഭാവമാണ് അപ്പോൾ ആതിര ഒരു സൂര്യ നമസ്കാരം കാണിച്ചു തരും. അതിവിടെ നോക്കുക, നോക്കിയിട്ട് നമുക്ക് 2 എണ്ണം ചെയ്യാം. കം ഫോർവേഡ്. ഇപ്പോൾ ചെയ്യേണ്ട, ആരും ചെയ്യേണ്ട, ഇവിടെ നോക്കിയാൽ മതി. ക്യാൻ യു ഫോക്കസ്? ഓക്കെ. കാലുകൾ ചേർത്ത് വയ്ക്കണു. ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട. കൈകൾ തൊഴുത് പിടിക്കണു. തൊഴുത് പിടിക്കുമ്പോൾ ഇങ്ങനെ തൊഴണില്ല, ഇങ്ങനെയും തൊഴണില്ല. വി കീപ്പ് ഇറ്റ് ഇൻ ദി ചെസ്റ്റ്. ഓക്കെ. ഈ ഡീറ്റെയിലിംഗ് പറയണത് നമ്മുടെ കൂടുതൽ ഏകാഗ്രത കൂട്ടാൻ വേണ്ടിയാണ്. എന്നിട്ട് കൈകൾ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യും. ഇമാജിൻ ദാറ്റ് ആൻ എനർജി ഈസ് കമ്മിങ് ടു ദി പാം. ഓക്കെ. ദെൻ ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ താക്കണം. ശ്വാസം അതേ ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് വരണം. ഇനി ബെൻ ബാക്ക്. ശ്വാസം വിട്ടുകൊണ്ട് മുമ്പോട്ട് കുനിയണം. ഓക്കെ. നൗ ദി ലെഫ്റ്റ് ലെഗ് ബാക്ക്. ഇടത് കാല് പാദം ഇങ്ങനെ പതിഞ്ഞിരിക്കണു, കാൽമുട്ട് തറയെ തൊടണു, 2 കൈകളും പതിഞ്ഞിരിക്കണു, മുകളിലേക്ക് നോക്കുന്നു. ലുക്കപ്പ്. ഓക്കെ. ആദ്യം ഇടത് കാല് പുറകിലേക്ക് പോയി. നൗ ദി റൈറ്റ് ലെഗ് ബാക്ക്. സ്ലാൻഡിങ് ബെഞ്ച്, ഒരു ചരിച്ചിട്ട ബെഞ്ച് പോലെ. ഓക്കെ. നൗ 2 palms, 2 feet, 2 knees. അപ്പോൾ എത്രയായി? 6 points. നൗ ചെസ്റ്റ് ആൻഡ് ഫോർഹെഡ് ടച്ചിങ് ദി ഫ്ലോർ. അപ്പോൾ 8 ശരീരത്തിൻ്റെ 8 ഭാഗം തറയെ തൊടയണത് സാഷ്ടാംഗ നമസ്കാരം. 8 points of the body are touching the floor. It's called സാഷ്ടാംഗ നമസ്കാരം. നൗ ഇൻഹേൽ ആൻഡ് കം അപ്പ് ഇൻ ഭുജംഗാസന. ശ്വാസം വിട്ടുകൊണ്ട് ചരിച്ചിട്ട വ്യൂ അല്ലേ, ഇൻവെർട്ടഡ് വി. ബാക്ക് ഓഫ് ദി heel touching the floor, look at the navel. Okay. Now right knee touch the floor, then the left leg forward. Okay. Look up. Now the right leg forward. Inhale, come up, bend back, and exhale, Tadasana. Okay. ചെയ്യാം. റെഡി? യെസ് എന്ന് പറയൂ. ഓക്കെ. സ്ഥിതി പായുടെ മാറ്റിൻ്റെ മുമ്പിലേക്ക് വരിക. എല്ലാ കുട്ടികളും മാറ്റിൻ്റെ മുമ്പിലേക്ക് വരിക. കൈകൾ തൊഴുത് പിടിക്കൂ. കൈകൾ ഇങ്ങനെയല്ല, കുറച്ച് താഴ്ത്തി. കൈകളിൽ ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്യുക. എന്നിട്ട് ഞാനീ പറയുന്ന മന്ത്രം ഉറക്കെ ചൊല്ലുക. മന്ത്രം എന്ന് പറഞ്ഞാൽ മനനാത് ത്രായതേതി മന്ത്ര, നമ്മളെ രക്ഷിക്കുന്നതാണ് മന്ത്രം. സംസ്കൃതത്തിൽ വലിയ വലിയ അറിവാണുള്ളത്. രക്ഷിക്കുന്നതെന്നാണ് മന്ത്രത്തിൻ്റെ അർത്ഥം. നമ്മളിത് ചൊല്ലിയാൽ നമ്മൾ അത് രക്ഷിക്കുന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഞാനിത് ഒരു മന്ത്രം പറയും, അത് ഉറക്കെ ഈ ഹാള് മുഴുവൻ കിടക്കണം, ആ രീതിയിൽ പറയണം. ഓം മിത്രായ നമഃ. പോരാ, നിങ്ങൾ കുട്ടികളാണ്, നല്ല ഊർജത്തോടു കൂടി ഇതിൻ്റെ ഇരട്ടി ശബ്ദത്തോടു പറയുക. ഓം മിത്രായ നമഃ. ഇൻഹേൽ, ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ താഴ്ത്തിയേ. കൈകൾ മുകളിലേക്ക് ഉയർത്തുക. ബെൻഡ് ബാക്ക്. എക്സേൽ, കം ഫോർവേഡ്. 2 പാദത്തിൻ്റെ സൈഡിൽ കൈകൾ വയ്ക്കുക. നെറ്റി വന്ന് മുട്ടി തൊടാൻ ശ്രമിക്കുക. ലെഫ്റ്റ് ലെഗ് ബാക്ക്വേർഡ്സ്. ഇടത് കാല് പുറകിലേക്ക്. ഇടത് കാൽമുട്ട് തറയെ തൊടട്ടെ. ലെഫ്റ്റ് നീ ടച്ച് ദി ഫ്ലോർ. ലുക്കപ്പ്. എന്നെ നോക്കി, ഇങ്ങോട്ട് നോക്കി, സ്റ്റേയിലേക്ക് നോക്കി. ഈ പാദം പതിഞ്ഞിരിക്കട്ടെ, ഫീറ്റ് ഫ്ലാറ്റ്. ഓക്കെ. 2 കൈയും 1 കാലും ഒരേ ലൈനിൽ. ലുക്കപ്പ്. വെരി ഗുഡ്. ഇനി ഇടത് കാല് ഉയർത്തിയേ. റൈറ്റ് ലെഗ് ബാക്ക്. ചരിച്ചിട്ട ബെഞ്ച് പോലെ. ബട്ടക്സ് ഇങ്ങനെ പൊങ്ങിയും വേണ്ട താഴെയും വേണ്ട, ചരിച്ചിട്ട ബെഞ്ച് പോലെ. അപ്പോൾ 4 പോയിന്റ് തറയെ തൊടണു. നീസ് ടച്ച് ദി ഫ്ലോർ.
ചെസ്റ്റ് ആൻഡ് ഫോർഹെഡ്. ഇനി ഇൻഹേൽ, മൂക്ക് തറയത്തൊട്ട്, താടി തറയത്തൊട്ട്, കമപ്പ്, ഭുജംഗാസനം. ശ്വാസം വിട്ടുകൊണ്ട് ചരിച്ചിട്ട വി പോലെ. ഇൻവെർട്ടിബ്ലി ലുക്ക് അറ്റ് ദി നേവൽ, stretch the back of the leg, try to touch the heel on the ground. Now the left knee touch the floor and right leg forward. Very good. Look up, lift the left leg and come forward. Inhale, come up, bend back. Exhale, come forward. Close your eyes. കണ്ണുകൾ അടച്ചേ. ഇപ്പോൾ ഒരു അത്ഭുതം കാണാം. ശരീരത്തിൻ്റെ ഇടത് ഭാഗം വളരെ ആക്റ്റീവായിട്ടും വലത് ഭാഗം തളർന്നതായിട്ടും തോന്നും. കമ്പയർ യുവർ ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. റിലാക്സ്. ഇപ്പോൾ നോക്കൂ, നമ്മൾ ഒരു സൂര്യ നമസ്കാരം ചെയ്തപ്പോൾ ഇത്രയും എനർജി വന്നതായിട്ട് നമുക്ക് കാണാം. വി ഡു ദി സെക്കൻഡ്. സ്ഥിതി. ഉറക്കെ, ശബ്ദം പോരാ. ഓം രവയേ നമഃ. കുറച്ചുകൂടെ ഉച്ചത്തിൽ. ഓം രവയേ നമഃ. വിരലിൻ്റെ അറ്റത്തേക്ക് നോക്കുക. ഇൻഹേൽ, ബ്രിങ് ഇറ്റ് ഡൗൺ, bring it up, bend back, exhale, bend forward. Now the right leg back, right leg back. Kalmutta, right knee touch the floor, look up, lift to the right, left leg back. Okay. Namaskaram, Kalmutta, Nencha, Netti. Inhale, come up, Bhujangasanam. Okay. Exhale, inverted V. Look at the navel, stretch, back of the leg stretch. Now the left knee touch the floor, then right leg forward. Look up. Very good. Inhale, left leg forward. Inhale, come up, bend back. Exhale. സ്ഥിതി നോക്കൂ. ഇപ്പം നമ്മൾ 2 സൂര്യ നമസ്കാരം ചെയ്തു. നിങ്ങളൊരു 2-3 മാസം കൊണ്ട് പതുക്കെ 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 ഒരു 12 സൂര്യ നമസ്കാരം നിങ്ങൾ ദിനചര്യയുടെ ഭാഗമാക്കാൻ ശ്രമിക്കണം. ട്രൈ ടു ഡു 12. ഡോണ്ട് ഇൻ വൺ സ്ട്രെച്ച്. ഓക്കെ. ഡു 1 week 2 sun salutation, then make it 4. After 2 or 3 weeks, make it 6. Slowly make it a habit of doing 12 sun salutation. What happens? So പല കുട്ടികൾ ഇങ്ങനെയാണ് നിൽക്കണേ, അതിങ്ങനെയാവും. മിലിറ്ററിയിലൊക്കെ പോകണമെങ്കിൽ, ആസ്ട്രോണോട്ടൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഇരുന്നാലും അവർ ആസ്ട്രോണോട്ട് ആക്കില്ല. ഇങ്ങനെ ചെസ്റ്റ്, ഓപ്പൺ ദി ചെസ്റ്റ്. അവർ പോസ്ചർ വിൽ ചേഞ്ച്. സ്പൈൻ വിൽ ബി സ്ട്രൈറ്റ്. ഇറ്റ് റിഫ്ലക്ട്സ് ഓൺ യുവർ ഹോൾ പേഴ്സണാലിറ്റി. ശവാസനത്തിൽ കിടന്നോളൂ. കാലുകൾ കയറ്റി വയ്ക്കുക, കൈകളെ കയറ്റി വയ്ക്കുക, ദീർഘമായിട്ട് ശ്വസിക്കൂ. ഇൻഹേൽ, എക്സേൽ. കൈകൾ ആകാശത്തേക്ക് തുറന്നിരിക്കട്ടെ. ശ്വാസം ശ്രദ്ധിക്കുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ 9 ഓം പുറത്തേക്ക്, വീണ്ടും 8 ഓം ഉള്ളിലേക്ക്, 8 ഓം പുറത്തേക്ക്, 7 ഓം ഉള്ളിലേക്ക്. കണ്ണുകളടയ്ക്കൂ. ശ്വാസത്തെ ശ്രദ്ധിക്കൂ. ഒരു ഓം വരെ count till we reach 1. Just count the breath. Don't forcefully take the air. Just count the breathing. Relax your whole body. Visualize that there is no pain, no tension, no fear on any part of the body. There is no movement in any part of the body except the air going in and out. Let the air go in and out. Naturally, don't force the air to come in. Okay? Just count the breathing and relax. വെരി ഗുഡ്. കാലുകൾ അടുപ്പിച്ച് വയ്ക്കുക, കൈകൾ അടുപ്പിച്ച് വയ്ക്കുക. വലത് കൈ തലയുടെ മുകളിലേക്ക് ഉയർത്തുക. ബെൻഡ് യുവർ ലെഫ്റ്റ് ലെഗ്
bend your left leg and turn towards right. Let the forehead touch the floor. ഇങ്ങനെ ചരിയ, എന്നിട്ട് തല തറയിൽ തട്ടട്ടെ. Slowly come up and sit. Okay? Okay. Relax. ദീർഘമായിട്ട് ശ്വസിക്കുക. കാലുകളൊക്കെ ഇങ്ങനെ ആട്ടിയേ. ഓക്കെ, വെരി ഗുഡ്. ഇനി വലത് കാലിങ്ങനെ മടക്കുക. തുടയുടെ ഇടത്തെ തുടയുടെ അവിടെ വയ്ക്കുക. ഈ കാല് സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കട്ടെ. ഈ കാലല്ല, നിങ്ങളുടെ കാല്. ഓക്കെ, മേക്ക് ഇറ്റ് സ്ട്രൈറ്റ്. നമ്മൾ പശ്ചിമോത്താനാസനം ചെയ്യാൻ പോവുകയാണ്. കീപ് ദി ലെഗ് സ്ട്രൈറ്റ്. ലുക്ക് ഹിയർ. ഓക്കെ ഓക്കെ. നൗ ഇൻഹേൽ. ശ്വാസം എടുത്തോണ്ട് രണ്ട് കൈയും പൊക്കിയേ. മുകളിലോട്ട് സ്ട്രെച്ച് ചെയ്യുക. സ്ട്രെച്ച് അപ്പ്. എക്സേൽ. കം ഫോർവേഡ്. പറ്റുന്നവർ ഈ വിരലിൽ പിടിക്കുക, പറ്റാത്തവർ ഇവിടെ പിടിച്ചാൽ മതി. വണ്ണമുള്ള കുട്ടിയൊക്കെ പറ്റില്ല, അപ്പം ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ശ്വാസം എടുത്തോണ്ട് തല ഉയർത്തുക. ഇൻഹേൽ. കാലിൻ്റെ പുറകോശം ഇങ്ങനെ താഴെ തൊടട്ടെ. ഇൻഹേൽ, ഹെഡ് അപ്പ്. എക്സേൽ, ബെൻഡ് ഡൗൺ. എത്ര വരെ പോകാൻ പറ്റുമോ അത്ര വരെ പോയാൽ മതി. നെറ്റി വന്ന് മുട്ടി തൊടണമെന്നൊന്നുമില്ല. ഡോണ്ട് ബ്രേക്ക് യുവർ ബാക്ക്. ഓക്കെ. അവിടെ നിന്ന് 3 പ്രാവശ്യം ശ്വസിച്ചേ. 1 2 3. Now inhale, head up, exhale there. Again inhale and come up. Stretch up, exhale. കാല് നിവർത്തി വെച്ച് റിലാക്സ് ചെയ്ത് ബീച്ചിലിരിക്കും പോലെ ഇരിക്കുക. വെരി ഗുഡ്. ഡീപ്പ് ഇൻഹലേഷൻ, ലോങ് എക്സലേഷൻ. ഓക്കെ. നൗ ബെൻഡ് യുവർ ലെഫ്റ്റ് ലെഗ്. Okay. Keep it. Right leg straight, feet facing you, sit erect. Okay. Inhale, stretch up. Exhale as if you are going to touch the farthest point. Stretch up, bend from the very back. Hold the toe and head up. Inhale, head up. Exhale, bend your forehead. Bend from the very back. And reach the farthest point and stay there. ഇനി 3 പ്രാവശ്യം ശ്വസിക്കുക. ശ്വാസം എടുക്കുക, ശ്വാസം എടുക്കുക. 1 2. Back of the leg straight. Last once more. Inhale. Exhale. Very good. Inhale, come up. Stretch up. Exhale. Relax. എല്ലാ കുട്ടികൾ കമന്ന് കിടന്നേ. കമന്ന് കിടക്കുക. കൈ തലയണ പോലെ വയ്ക്കുക. ഇങ്ങോട്ട് ഫേസിങ് ദി സ്റ്റേജ്, ഫേസിങ് മീ. ഓക്കെ. കൈകളെ തലയണോലാക്കി വലത്തെ തള്ളവരൽ ഇടത്തെ തള്ളവരൻ്റെ മുകളിൽ വയ്ക്കുക. തല ഇങ്ങനെ ചരിച്ചു വെച്ച് റിലാക്സ് ചെയ്യുക. ദീർഘമായിട്ട് ശ്വസിക്കുക. Now we do Bhujangasana. Bhujangasana is snake pose. How we do is we keep the hands on the shoulder level. Shoulder level വെച്ച് കാലുകൾ ചേർത്ത് വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് മൂക്ക് തറയത്തൊട്ട് താടി തറയത്തൊട്ട് നട്ടലിൻ്റെ ബലത്തിൽ ഇങ്ങനെ ഉയരുക. കൈ വേണമെങ്കിൽ മാറ്റാം. കണ്ടോ? സ്റ്റേ ദെയർ. 3 ബ്രീത്തിങ്. 1 2 3. ശ്വാസം വിട്ടുകൊണ്ട് താഴോട്ട് വരിക. താടാസനത്തിൽ വരിക, മകരാസനത്തിൽ വരിക. റിലാക്സ്. ദീർഘമായിട്ട് ശ്വസിക്കുക. വീണ്ടും കൈകൾ ഷോൾഡർ ലെവലിൽ കൊണ്ടുവരിക. നെറ്റി വന്ന് തറയെ തൊടട്ടെ. ലെറ്റ് ദി ഫോർഹെഡ് ടച്ച് ദി ഫ്ലോർ. വി ഡു ദി സെക്കൻഡ് പാർട്ട് ഓഫ് ഭുജംഗാസന. നൗ ഇൻഹേൽ, nose touch the floor, chin touch the floor, and come up. 75% of the weight is on the spine,
only 25% on the hands. Stay there. ദീർഘമായിട്ട് 3 പ്രാവശ്യം ചോദിച്ചേ. 1, 2, 3. ശ്വാസം എടുക്കുക, ശ്വാസം വിട്ടുകൊണ്ട് ഫ്രണ്ടിലേക്ക് വരിക. മകരാസനം, റിലാക്സ്. ദീർഘമായിട്ട് ശ്വസിക്കുക. ഡീപ്പ് ഇൻഹലേഷൻ ആൻഡ് ലോങ് എക്സലേഷൻ. കാലുകൾ ഇനി അകറ്റി വെച്ചേ. കീപ് ദി ലെഗ്സ് എപ്പാർട്ട്. ഓക്കെ. ബ്രിങ് ദി ഹാൻഡ്സ് ടു ദി ഷോൾഡർ. ഇൻഹേൽ, കമപ്പ്. ഇതേ ഭുജംഗാസനം ചെയ്യുക. എന്നിട്ട് വലത്തോട്ട് തിരിഞ്ഞ വിരലിനെ, കാലിനെ നോക്കിയേ. കം ബാക്ക്. നൗ ടേൺ ടു ലെഫ്റ്റ്. ലുക്ക് അറ്റ് ദി ലെഫ്റ്റ് ഫീറ്റ്. റിലാക്സ് ആൻഡ് കം ഫോർവേഡ്. Okay. Relax. Okay. ഇനി ഷോൾഡർ ലെവലിൽ കൈകൾ കൊണ്ടുവരൂ. കം അപ്പ് ആൻഡ് സിറ്റ്. നിങ്ങൾക്ക് പഠിക്കാൻ കൂടുതൽ ഏകാഗ്രത ഉണ്ടാകാനും കോൺസെൻട്രേഷൻ ഉണ്ടാകാനും വേണ്ടിയുള്ള ഒരാസനമാണ്. സുഖാസനത്തിലിരിക്കൂ. സുഖാസനം എന്ന കംഫർട്ടബിൾ സിറ്റിംഗ് പോസ്റ്റർ. നോ നീഡ് ടു ബി ഇൻ വജ്രാസന. ഓക്കെ. റിലാക്സ് ചെയ്തേ. ദീർഘമായിട്ട് ചോദിച്ചേ. Now inhale and stretch your right hand up. Stretch up. Exhale, bring it to the back. Now inhale, left hand up, stretch up. Exhale, bring it to the right knee. Okay? Now inhale, stretch up. Exhale, turn. 3 പ്രാവശ്യം ബ്രീത്ത് ചെയ്തേ. ശ്വാസം എടുക്കുക. ശ്വാസം വിടുമ്പോൾ കുറച്ചുകൂടെ ടേൺ ചെയ്യാം. ഇൻഹേൽ, എക്സേൽ, ടേൺ. Again inhale, exhale, turn. Now inhale, both hands up. Exhale, bring it down. Close your eyes. ശരീരത്തിൻ്റെ ഇടത് ഭാഗവും വലത് ഭാഗവും താരതമ്യം ചെയ്ത് നോക്കേ. കമ്പയർ യുവർ ലെഫ്റ്റ് സൈഡ് ആൻഡ് റൈറ്റ് സൈഡ് ഓഫ് ദ ബോഡി. ലെഫ്റ്റ് side is more active, and also the abdomen is squeezed like we are squeezing a wet towel. Okay? That brings you more concentration, more focused. Now we do the other side. Inhale, right hand up, stretch up. Exhale, bring it back, support. Now the right hand up, stretch up. Inhale, exhale, bring it to the left knee. Okay. Back side, this side. Inhale, stretch up. Exhale, twist. 3 പ്രാവശ്യം ശ്വസിക്കുക. Inhale, exhale, twist more. Again inhale, exhale. Inhale, stretch up. Exhale, twist more. Now inhale, both hands up. Exhale, down. കാലുകൾ നീട്ടി വയ്ക്കൂ. റിലാക്സ് ചെയ്യുക. കാലൊക്കെ ഇങ്ങനെ കുടഞ്ഞ് റിലാക്സ്. നമുക്ക് ഈ കുട്ടിയൊക്കെ ഒരുപാട് പരീക്ഷയുടെ തലേദിവസമുള്ള പേടി, പരീക്ഷ പോകുമ്പോൾ ഉള്ള പേടി, എന്തെങ്കിലും ഒരു പ്രസൻറ്റേഷൻ ചെയ്യുമ്പോൾ ഉള്ളൊരു പേടി, അല്ലെങ്കിൽ ആരെങ്കിലും വഴക്ക് പറഞ്ഞു അവർ പേടി, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും അങ്ങോട്ട് വഴക്ക് പറഞ്ഞു അപ്പോൾ ടെൻഷൻ, അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അസ്വസ്ഥതകളുണ്ടാവും. ആ സമയത്ത് നമ്മുടെ മനസ്സിനെ പെട്ടെന്ന് ശാന്തമാക്കാനുള്ള ഒരു ടിപ്പ്, ഓക്കെ, അതുകൂടെ കഴിഞ്ഞിട്ട് നമ്മുടെ യോഗ സെഷൻ അവസാനിപ്പിക്കാം. കാലുകൾ നിവർന്നിരിക്കും.
ഇനി ഇത് വളരെ പ്രയോജനപ്പെടുന്നതും ജീവിതത്തിൻ്റെ ഏത് സമയത്തും നമുക്ക് ഉപയോഗിക്കാം. whenever we are emotionally upset, we can use this practice. Okay? Suddenly we regain the focus, we regain the balance. Okay. ഇനി കൈ മൂക്കിൻ്റെ അടുത്ത് വെച്ചേ ഇങ്ങനെ. എന്നിട്ട് കണ്ണടച്ചിട്ട് which nostril are you breathing? Okay, focus. Don't, if you do left and right, we cannot know which nostril we are breathing. I am breathing through the left. Those who breathe through the left, raise their hands up. Focus. One hot air is coming out through one of the nostril. Just feel the hotness and then raise the hands up. Left leg, left hand, not left leg. Left nostril. Those who breathe through the left nostril. Hands down, hands down. Now, those who breathe through the right nostril. Okay, okay. Okay, hands down. ചില കുട്ടികൾ ശ്വസിക്കുന്നില്ല എന്ന് തോന്നുന്നു. ഇടതിലൂടെ വലതിലൂടെ. നമ്മൾ ഇടതിലൂടെ ശ്വസിച്ചാൽ നമ്മൾ വായിക്കാൻ ശ്രമിച്ചാൽ നമ്മൾ തളർന്ന് ഉറങ്ങിപ്പോവും. നമ്മൾ വലതിലൂടെ ശ്വസിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അവൻ ശരിയല്ല, അവൻ എന്നെ കളിയാക്കി, അവനൊരു നല്ലൊരു പണി കൊടുക്കണം, അതൊക്കെ അങ്ങനെയുള്ള ചിന്തകൾ വരും. Agitated thoughts will be on the, if we are breathing through the right nostril. Okay? അപ്പോൾ ടീച്ചർ ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ കാണാൻ എങ്ങനെ അറിയാൻ പറ്റും? If the teacher is breathing through the right nostril, don't go near her. Okay? She is agitated. If she is breathing through the left nostril, it's okay. Okay. ടീച്ചറിൻ്റെ അടുത്ത് കൊണ്ടുപോയി മൂക്കിങ്ങനെ നോക്കണം. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ക്രിയ എന്ന് പറഞ്ഞാൽ വി ബാലൻസ് ദി ബ്രീത്തിങ്. ദാറ്റ്സ് ഓൾ. ഓക്കെ. റൈസ് യുവർ ഹാൻഡ്സ് അപ്പ്, റൈറ്റ് ഹാൻഡ് അപ്പ്, ബെൻഡ് യുവർ ദീസ് ടു ഫിംഗർ, ഫോർ ഫിംഗർ ആൻഡ് മിഡിൽ ഫിംഗർ. മോതിര വിരലും ചൂണ്ട് വിരലും ഇങ്ങനെ മടക്കുക. ഓക്കെ. മറ്റ് രണ്ട് വിരലും ചേർത്ത് വയ്ക്കുക. നൗ ബെൻഡ് യുവർ തമ്പ് ഇങ്ങനെ ബെൻഡ് ചെയ്യുക. വെരി ഗുഡ്. ബ്രിങ് ദി ഹാൻഡ്സ് ഡൗൺ, ഹാൻഡ്സ് ഡൗൺ. ഇനി വലത് മൂക്കിൻ്റെ കണ്ണിൻ്റെ അവിടെ ഈ തള്ളവിരൽ കൊണ്ടുപോവാം. ഓക്കെ. അവിടെ ഒരു എല്ലുണ്ട്. സ്ലൈഡ് ഇറ്റ് ഡൗൺ. വി റീച്ച് എ പിറ്റ്. ഓക്കെ. നൗ വി ക്യാൻ ബ്രീത്ത് ത്രൂ ദി ലെഫ്റ്റ്. ഓക്കെ. നൗ ഇനി കൈ തിരിച്ച് ഈ മോതിര വിരൽ കൊണ്ട് ഇടതുവശത്തെ മൂക്കിൻ്റെ കണ്ണിൻ്റെ താഴത്തോടെ അവിടെ ഒരു എല്ലുണ്ട്. എല്ലിങ്ങനെ സ്ലൈഡ് ചെയ്യുമ്പോൾ വി റീച്ച് എ പിറ്റ്. ഓക്കെ. ക്ലോസ് ദി ലെഫ്റ്റ് നോസ്ട്രിൽ. വിത്ത് ദി തമ്പ് വി ക്ലോസ് ദി റൈറ്റ് നോസ്ട്രിൽ. വിത്ത് ദി ലെഫ്റ്റ് ക്ലോസ് ദി ലെഫ്റ്റ്. ഓക്കെ. കീപ് ദി ഹാൻഡ്സ് ഡൗൺ. This is the mudra for pranayama. We are not going to do any pranayama. We do a simple practice that will give you infinite reward whenever we are emotionally upset, whenever we are panicking, whenever somebody shouted at you or you shouted at your sister or brother or mother, whoever we can immediately bring the balance back. Okay? Or we want to study, we feel so tired. Do this practice, we get the energy. Okay? When you get up in the morning, we feel so tired. Do this, we get the energy. Okay, it's a trick. Okay. Now, what we are going to do is we close the right nostril and inhale through the left. 1 ohm, 2 ohm, 3 ohm, 4 ohm. Close the left, then we exhale to the right. 1 ohm, 2 ohm, 3 ohm, 4 ohm, 5 ohm, 6 ohm, 7 ohm, 8 ohm. Again inhale through the right. 4 ohm. Close the right, exhale left. 1 ohm, 2 ohm, 3 ohm, 4 ohm, 5 ohm, 6 ohm, 7 ohm, 8 ohm. Alternate nostril breathing without retention in the ratio 1:2. That's all. Inhalation is 4 parts, exhalation is 8 parts. Inhale through the left, exhale through the right. Again inhale through the right, exhale through the left. ഇടതുവശത്തോടെ ശ്വാസം എടുക്കണം, വലതുവശത്തോടെ ശ്വാസം വിടണം, വീണ്ടും വലതിലൂടെ എടുക്കണം, ഇടതിലൂടെ എടുക്കണം. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. മനസ്സിലായൊരു കൈവയ്ക്കേ? ഓക്കെ. ആൾട്ടർനേറ്റ് നോസ്ട്രൽ ബ്രീത്തിങ്, ദാറ്റ്സ് ആൾ. ഇടതിലൂടെ ശ്വാസം എടുക്കണം, വലതിലൂടെ വിടണം. വിടുന്നത് ഇരട്ടി സമയം, എടുക്കുന്നത് പകുതി സമയം. ഓക്കെ. വി ക്യാൻ ഡു സിറ്റ് റിലാക്സ്. ഓക്കെ. Close the right nostril. Hold the mudra. Right hand up
All the students. Okay. Now bring it down. Close the right nostril. Okay. Inhale through the left. 1 ohm, 2 ohm, 3 ohm, 4 ohm. Close the left. Exhale right. 1 ohm, 2 ohm, 3 ohm, 4 ohm, 5 ohm, 6 ohm, 7 ohm, 8 ohm. Inhale right. 2 ohm, 3 ohm, 4 ohm. Close the right. Exhale left. 1 ohm, 2 ohm, 3 ohm, 4 ohm, 5 ohm, 6 ohm, 7 ohm, 8 ohm. Inhale left. 4 ohm. Close the left. Exhale right. 1 ohm, 2 ohm, 3 ohm, 4 ohm, 5 ohm, 6 ohm, 7 ohm, 8 ohm. Inhale right. Close the right. Exhale left. 1 ohm, 2 ohm, 3 ohm, 4 ohm, 5 ohm. Do it yourself once more. Inhale left. ഇടതിലൂടെ ശ്വാസം എടുക്കുക. 1 ohm, 2 ohm, 3 ohm, 4 ohm. Close the left. Exhale right. 1 ohm, 2 ohm, 3 ohm, 4 ohm, 5 ohm, 6 ohm, 7 ohm, 8 ohm. Inhale right. 4 ohm. Close right. Exhale left. 1 ohm, 2 ohm, 3 ohm, 4 ohm. കൈകൾ താഴ്ത്തി വയ്ക്കൂ. നോക്കൂ, ഇപ്പം തന്നെ നമ്മൾ 4-5 തവണ ചെയ്തപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ആ മനസ്സിൻ്റെ ശാന്തി അറിയാൻ പറ്റും. എല്ലാവരും ശവാസനത്തിൽ കിടന്നോളൂ. കാലുകളെ കറ്റി വയ്ക്കുക, കൈകളെ കറ്റി വയ്ക്കുക. ലേ ഡൗൺ ശവാസന. കൈകൾ ആകാശത്തേക്ക് തുറന്നിരിക്കട്ടെ. ലെറ്റ് ദി ഹാൻഡ്സ് ഫേസിങ് ദി സ്കൈ. ഓക്കെ. No, keep the hands down, facing up. Okay. കണ്ണുകൾ അടയ്ക്കൂ. കാലുകൾ അകറ്റി വയ്ക്കുക. കൈകൾ ആകാശത്തേക്ക് തുറന്നിരിക്കട്ടെ. Keep the palms facing the sky. Keep it down. മനസ്സിൽ കാൽ വിരലുകളിലേക്ക് ശ്രദ്ധിക്കുക. I am relaxing the toes of my feet. Toes are getting relaxed. Relaxed and relaxed. കാൽപാദങ്ങളിലേക്ക് ശ്രദ്ധിക്കുക. I am relaxing my feet. There is no tension on the feet. My feet are getting relaxed, relaxed, relaxed. I am relaxing my calf muscles. കണങ്കാലിലേക്ക് ശ്രദ്ധിക്കുക. Knees are getting relaxed. കാൽമുട്ടുകളിലേക്ക് ശ്രദ്ധിക്കുക. തുടകളിലേക്ക് ശ്രദ്ധിക്കുക. Thigh muscles. When you inhale, imagine that prana is reaching the thigh muscles. And when you exhale, all the pain on the thigh muscles are going out with the breathing. I am relaxing my buttocks muscles. അരക്കെട്ടിലേക്ക് ശ്രദ്ധിക്കുക. All the muscles on the buttocks muscles are getting relaxed. All the cells on the buttocks muscles are getting relaxed. Relaxed, relaxed. വയറിലേക്ക് ശ്രദ്ധിക്കുക. വയറിലുള്ള ആന്തര അവയവങ്ങൾ വയറിലേക്ക് ശ്രദ്ധിക്കുക. വയറ് ഉയരുന്നതും താഴുന്നതും അറിയുക. Bring your attention to the chest muscles. When you inhale, chest is going up. And when you exhale, chest is going down. Each inhalation and exhalation bring more and more relaxation. ഹൃദയത്തിലേക്ക് ശ്രദ്ധിക്കുക. Focus on your heart. Try to hear the sound, left dub, left dub. Try to hear the sound of your heart. My heart is fully relaxed, relaxed, and relaxed. I am relaxing my shoulder muscles. I am relaxing my fingers of the hand. Feel your fingers. Wrist muscles are getting relaxed. Elbows, upper arms.
biceps, triceps muscles are getting relaxed. കൈകൾ ഒന്നായിട്ട് മനസ്സിൽ കാണുക. കൈകളുടെ ഭാരം അറിയാൻ കഴിക്കുക. വി ക്യാൻ ഫീൽ ദി വെയിറ്റ് ഓഫ് അവർ ആംസ്. മൈ ആംസ് ആർ ഫുള്ളി റിലാക്സ്ഡ്, റിലാക്സ്ഡ്, റിലാക്സ്ഡ്. I'm relaxing my neck muscles. See that there is no pain on my neck. I'm relaxing my head. Feel the point where the head is touching the floor. തലയുടെ പുറകോശം ഭൂമിയിൽ തരിഞ്ഞിരിക്കുക അറിയുക. തലയുടെ മുൻഭാഗം, കവിളുകൾ, ചുണ്ടുകൾ. I'm relaxing my lip muscles. ചെവികളിലേക്ക് ശ്രദ്ധിക്കുക. വളരെ അകലെയുള്ള ഒരു ശബ്ദം കേൾക്കാൻ ശ്രമിക്കുക. ട്രൈ ടു ഹിയർ എ സൗണ്ട് വെരി ഫാർ അവേ. മൈ ഇയേഴ്സ് ആർ ഫുള്ളി റിലാക്സ്ഡ്, റിലാക്സ്ഡ്, റിലാക്സ്ഡ്. നൗ ബ്രിങ് യുവർ അറ്റൻഷൻ ടു ദ നോസ്. ഫീൽ ദി ഹോട്ട് എയർ കമ്മിങ് ഔട്ട് ഓഫ് ദി നോസ്. ഐ എം റിലാക്സിങ് മൈ ഐസ്. കണ്ണുകൾ വിശ്രമം പ്രാപിക്കുമ്പോൾ യാതൊരു കൃഷ്ണമണി ചലിക്കരുത്. I am relaxing my eyebrows. Focus in the point in between the eyebrows, Ajna Chakra. The whole body is fully relaxed, relaxed, relaxed. ശരീരം മൊത്തമായിട്ട് മനസ്സിൽ കാണുക. ശരീരത്തിൽ യാതൊരു വേദനയും യാതൊരു ടെൻഷനും ഇല്ലാന്ന് മനസ്സിൽ ഭാവന ചെയ്യുക. ശരീരം ചലിപ്പിക്കരുത്. ഡോണ്ട് മൂവ് യുവർ ബോഡി. ദർ ഇസ് നോ മൂവ്മെൻറ്റ് ഇൻ എനി പാർട്ട് ഓഫ് ദി ബോഡി എക്സെപ്റ്റ് ദി എയർ ഗോയിങ് ഇൻ ആൻഡ് ഔട്ട്. നൗ വാച്ച് യുവർ തോട്ട്സ്. മനസ്സിലുണ്ടാകുന്ന ചിന്തകളെ കാണാൻ ശ്രമിക്കുക. Let there be good thoughts coming in and going out. നല്ല ചിന്തകൾ വരുന്നു, നല്ല ചിന്തകൾ പോകുന്നു. Let there be bad thoughts. It's a nature of the mind to have bad thoughts. Don't get panic about it. Let it come and go. ചീത്ത ചിന്തകൾ വരട്ടെ, പേടിക്കരുത്. അത് മനസ്സിൻ്റെ സ്വഭാവമാണ്. അത് ചീത്ത ചിന്തകൾ വരുന്നു, ചീത്ത ചിന്തകൾ പോണു. ഒരു സാക്ഷിയായിട്ട് മനസ്സിനെ നിരീക്ഷിക്കുക. ലെറ്റ് ദെയർ ബി ബാഡ് തോട്ട്സ്, ലെറ്റ് ദെയർ ബി ഗുഡ് തോട്ട്സ്. ഡോണ്ട് ഗിവ് എനി അറ്റൻഷൻ ടു ഇറ്റ്. വാച്ച് ഇറ്റ് ലൈക്ക് എ വിറ്റ്നസ്. ഐ എം റിലാക്സിങ് മൈ മൈൻഡ്. മൈ ഹോൾ ബോഡി ആൻഡ് മൈൻഡ് ആർ ഫുള്ളി റിലാക്സ്ഡ്, റിലാക്സ്ഡ്, റിലാക്സ്ഡ്. ശ്വാസം ഉള്ളിലേക്ക് പോകണു, പുറത്തേക്ക് പോകണു. വാച്ച് യുവർ ബ്രീത്ത്. Let it come in and going out. When you inhale, mentally just count 9 Om in. When the breath go out, 9 Om out. ബലം പ്രയോഗിച്ചെടുക്കരുത്. വീണ്ടും 8 Om in, 8 Om out. 7 Om in, 7 Om out. 6 Om in, 6 Om out. 5 Om in, 5 Om out. ശ്വാസം എണ്ണുക, 1 വരെ എണ്ണുക. സാവകാശം കാൽവിരൽ അനക്കുക, കാൽപാദങ്ങൾ അനക്കുക. മൂവ് യുവർ ഫീറ്റ്. ബ്രിങ് ദി ലെഗ്സ് ടുഗദർ. കൈവിരലുകൾ അനക്കുക. കൈകൾ ശരീരത്തോട് ചേർത്ത് വയ്ക്കുക. വലത് കൈ തലയുടെ മുകളിലേക്ക് ഉയർത്തുക. Now bend your left leg.
ഇടത് കാല് മടക്കുക. ഇടത് കാൽമുട്ട് വലത്തോട്ട് തിരിഞ്ഞ് തറയിൽ തൊടട്ടെ. ടേൺ യുവർ ലെഫ്റ്റ് നീ ടു ദി ഫ്ലോർ. ട്വിസ്റ്റ് ദി ബോഡി. ഓക്കെ, വലത്തോട്ട് തിരിയുക. എന്നിട്ട് നെറ്റി വന്ന് തറയിൽ തൊടട്ടെ. ലെറ്റ് ദി ഫോർഹെഡ് ടച്ച് ദി ഫ്ലോർ. നമ്മുടെ അമ്മയുടെ പാദത്തിൽ നെറ്റി സ്പർശിക്കുന്നതായിട്ട് ഭാവന ചെയ്യുക. അല്ലെങ്കിൽ അവരവരുടെ ഇഷ്ടദൈവത്തിൻ്റെ പാദത്തിൽ നെറ്റി സ്പർശിക്കുന്നതായിട്ട് ഭാവന ചെയ്യുക. പ്രേ ഫോർ അവർ യോഗ പ്രാക്ടീസ് ആൻഡ് പ്രേ ഫോർ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയും യോഗയുടെ ആചരണത്തിന് വേണ്ടിയും കൃപയുണ്ടാകണേന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക. ഫീൽ ദി പ്രൊട്ടക്ഷൻ. ബി റിലാക്സ്ഡ്. Now slowly come up and sit in Sukhasana or Vajrasana, whichever asana is comfortable for you. ആ കണ്ണടച്ചിട്ട് ആ ശാന്തി ഒന്ന് അനുഭവിച്ചേ. നമ്മൾ കുറച്ച് ആസനങ്ങൾ പഠിച്ചു, യോഗയെക്കുറിച്ച് കുറച്ച് സംസാരിച്ചു, വളരെ കുറച്ച് നമ്മൾ അഭ്യസിച്ചു. ഇത്രയും അഭ്യസിച്ചപ്പോൾ നമുക്കുണ്ടായ മാറ്റം, അതിൽ ഫോക്കസ് ചെയ്യുക. ദീർഘമായിട്ട് ശ്വസിക്കുക. മനസ്സ് ശ്വാസത്തോടൊപ്പം മനസ്സും ചലിക്കും. ചലേ വാദേ ചലേ ചിത്തം നിശ്ചലേ നിശ്ചലം ഭവേത്. ശ്വാസം വേഗത്തിലാകുമ്പോൾ മനസ്സും വേഗത്തിലാവും. ശ്വാസം നിൽക്കുമ്പോൾ മനസ്സും നിൽക്കും. അതുകൊണ്ട് ശ്വാസത്തിൻ്റെ നിയന്ത്രണം വളരെ പ്രധാനമാണ്. ദീർഘമായിട്ട് ശ്വസിക്കുക. Again inhale, exhale. Again inhale, exhale. ഇനി കൈകൾ ചേർത്ത് വരയ്ക്കൂ. മുഖം, തലയുടെ പിറകുവശം, നെഞ്ചുഭാഗം, ഷോൾഡറുകൾ, ബാക്ക്, നീസ് അപ് ടു ദി ഫീറ്റ്. ദെൻ ഷേക്ക് ഇറ്റ്. നമ്മുടെ ശരീരത്തിനൊരു ചുറ്റൊരു ഓറയുണ്ട്, ഒരു വലയമുണ്ട്. അത് ശുദ്ധീകരിക്കാനാണ് അങ്ങനെ ചെയ്യണത്. അഗെയിൻ ഫേസ്, ബാക്ക് ഓഫ് ദി ഹെഡ്, ചെസ്റ്റ്, ഹാൻഡ്സ്, ചെസ്റ്റ്, ബട്ടക്സ് ടു ദി നീസ്. ഷേക്ക് ഇറ്റ് ഓൺ സ്മോൾ. ഓക്കെ, നമ്മൾ ശാന്തി മന്ത്രങ്ങൾ ചൊല്ലും. മിക്കവാറും കുട്ടിയൊക്കെ അറിയാം. അസതോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോമ അമൃതഗമയ. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ, ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കണമേ, മരണത്തിൽ നിന്ന് അമൃതത്തിലേക്ക് നയിക്കണം. അതാണ് ആദ്യത്തെ മന്ത്രത്തിൻ്റെ അർത്ഥം. രണ്ടാമത്തെ മന്ത്രത്തിൻ്റെ അർത്ഥം പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവരാശികൾക്കും സചേതനവും അചേതനവുമായ എല്ലാത്തിനും ശാന്തി ഉണ്ടാകണേ. അത് കഴിഞ്ഞ് നമുക്ക് യോഗ സെഷൻ കണ്ടൂടെ. ഓ അസതോമാ असतोमा സദ്ഗമയ सद्गमय തമസോമാ तमसोमा ജ്യോതിർഗമയ ज्योतिर्गमय മൃത്യോർമാ मृत्योर्मा അമൃതം ഗമയ. अमृतं गमय. ഓം ശാന്തി ശാന്തി ശാന്തി. ॐ शान्ति शान्ति शान्ति. ഓം ലോകാഃ ॐ लोकाः സമസ്താഃ समस्ताः
സുഖിനോ ഭവന്തു. സുഖിനോ ഭവന്തു. ലോകാഃ ലോകാഃ സമസ്താഃ സമസ്താഃ സുഖിനോ ഭവന്തു. സുഖിനോ ഭവന്തു. ലോകാഃ ലോകാഃ സമസ്താഃ സമസ്താഃ സുഖിനോ ഭവന്തു. സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം. സാവകാശം കുനിഞ്ഞ് നമസ്കരിക്കാം. കാലുകൾ നീട്ടി റിലാക്സ് ചെയ്തിരിക്കുക. സന്തോഷമായോ? എന്നാൽ നമ്മുടെ സ്വാമിജിക്കും സ്വാമിജിയുടെ എൻറ്റയർ ക്രൂവിനും നല്ലൊരു കൈയ്യടി കൊടുത്താലോ? സ്വാമിജി, അപ്പോൾ നമ്മുടെ ക്രൂവിനെയും കൂടി നമ്മളൊന്ന് സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. സോ ബ്രഹ്മചാരി അജയ്, ബ്രഹ്മചാരി രാകേഷ്, ആതിര ആൻഡ് ഗീതാദേവി എല്ലാവരും ഒന്ന് സ്റ്റേജിലേക്ക് ജോയിൻ ചെയ്യാമോ? നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം. Thank you so much, sir. And handing over the gift, Promo and Amritam Spiritual Head, Amrita TV, Dilip sir, handing over the gift to Geeta Devi ma'am and Athira. ശരിക്കും നമ്മൾ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയി പോകുന്നൊരു സെഷനായിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദി വണ്ടർഫുൾ സെഷൻ. നമസ്കാര. കുട്ടികൾ ഈ പ്രായത്തിൽ യോഗ പഠിക്കാൻ തോന്നിയത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. നിങ്ങളുടെ വലിയ വലിയ എല്ലാ കുട്ടികൾക്കും പറയാൻ പറ്റില്ല. അംബിഷൻ 10 കുട്ടികളെ പറഞ്ഞുള്ളൂ. മറ്റു കുട്ടികൾക്കെല്ലാം വലിയ വലിയ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളുണ്ട്. അത് നിറവേറാനായിട്ട് അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുട്ടികൾക്കും നന്മ ഉണ്ടാകട്ടെ. നമസ്കാര. നമസ്കാര. നമസ്കാരം.